ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 628 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് വാങ്ങിപ്പിന് ശേഷം വരുന്ന 4ാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. യേശു തമ്പുരാൻ നസ്രയത്തിൽ തൻ്റെ പിതൃനഗരത്തിൽ ചെന്നു. യേശു തമ്പുരാന്റെ ശിഷ്യന്മാരും അവനെ അനുഗമിക്കുന്നുണ്ട്. ശബത്തായപ്പോൾ യേശു തമ്പുരാൻ ദേവാലയത്തിൽ ഉപദേശിക്കുവാനായിട്ട് തുടങ്ങി. ഈ ഉപദേശം കേട്ട പല ആളുകളും വിസ്മയിച്ചു. ഇവന് ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്ന് കിട്ടി എന്ന് അവർ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ യേശു തമ്പുരാൻ എന്തിനു വേണ്ടി ഇത്തരത്തിൽ ഉപദേശിക്കുന്നു എന്നോ, യേശു തമ്പുരാൻ ഈ വീരപ്രവൃത്തികൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്നോ ആരും തന്നെ ചിന്തിക്കുവാനായിട്ട് തയ്യാറായില്ല. അവന് ഇതൊക്കെ ചെയ്യുവാനുള്ളതായ കഴിവ് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് അവരെല്ലാവരും അന്വേഷിച്ചത്. യേശു തമ്പുരാൻ ബെത്ലഹേമിൽ പിറന്നു എന്നും തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഒത്തിരി രോഗികളെ സുഖപ്പെടുത്തിയെന്നും അനേകർക്ക് ആശ്വാസമായി എന്നും താൻ പീഡകൾ സഹിച്ച് കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നു എന്നുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ യേശു തമ്പുരാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് തിരിച്ചറിയുവാനായി പരിശ്രമിച്ചിട്ടുള്ള എത്ര പേരുണ്ടാകും? നാം നമ്മോട് തന്നെ ചോദിക്കണം, ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യേശു തമ്പുരാൻ കാൽവരി മലയോളം പീഡകൾ സഹിച്ചതും ആ കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നതുമൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണെന്ന്, എന്റെയും കൂടെ പാപങ്ങളാണ് യേശു തമ്പുരാൻ ചുമന്നൊഴിച്ചത് എന്ന് ഉറപ്പോടെ വിശ്വസിക്കുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ആ തിരിച്ചറിവ് നമ്മിലേക്ക് വരുമ്പോൾ മാത്രമാണ് കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തെയും സഹചരെയും സ്നേഹിക്കുവാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. 70 വട്ടം ക്ഷമിക്കുന്ന, എല്ലാം പൊറുക്കുന്ന, എല്ലാം സഹിക്കുന്ന സ്നേഹമായി മാറുവാനും നമ്മുടെ കർത്താവിനെ ആഴത്തിൽ വിശ്വസിക്കുവാനും നമുക്കിടയാകട്ടെ. അങ്ങനെ കർത്താവിനെ വിശ്വസിക്കുന്ന നമ്മുടെ മേൽ തൻ്റെ വീരപ്രവൃത്തികൾ തമ്പുരാൻ ചെയ്യുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.